ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. നീ എവിടെ നോക്കിയതാ? എവിടെയായിരുന്നു? അപ്പോൾ ഇന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ആരാ എന്താന്നൊക്കെ ഉള്ളത് വെയിറ്റ്. മഴ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ സൈക്കിളാണ്. സൈക്കിള് കയറ്റി വെക്ക്. ആ അതന്നെ പറഞ്ഞ കേട്ടാ. വാ പെട്ടെന്ന് വാ. എവിടെ മീൻ ബെല്ലടിക്കണ്? അല്ല, മീൻ ഹോൺ അടിക്കണ്. സൂപ്പർ, നൈസ്. നമ്മുടെ ടോണിക്കുട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. അല്ല, അവിടെ ആദ്യമായിട്ടാ. സൂപ്പർ, നൈസ്. നല്ല ഭംഗിയുണ്ട്. വന്നോ? ബാഗ് എടുക്കുന്നില്ലേ? ഒന്നും വേണ്ട. എപ്പോ വരും? ഓ മാഡം എപ്പോ പറയുന്ന? 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിക്കണം. 6 മണിക്ക് അവളിപ്പൊ കേറും വീട്ടില്. അതെ, അത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടേ മഴ പെയ്യുമ്പോ വെള്ളം വീഴണ്ടാന്ന് വെച്ചു. ఏంటండి? ఏది భాష? తెలుగు. അവള് തെലുഗു. കൊച്ചിയില് അപാര മഴയാണ്. എന്താമോ, കൊച്ചിയില് ഭയങ്കര മഴയാട്ടാ, രക്ഷയില്ല. Come on. അവളെ ഹെയർ സ്റ്റൈൽ നോക്ക്. കഴിക്കുക. ആ നിനക്കാം. ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ. അവളപ്പം തന്നെ വന്നു. ഇവളാണ് ഇവിടുത്തെ അമ്മൂമ്മ. അത് അവള് വലുതാവട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. മോൾ പിള്ളേര് ഗോലി ഇടുന്നതാ. ഞാൻ വിളമ്പി തരാം. മജ്ബൂസ് എന്താണെന്നൊന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിച്ചോ. ചിക്കൻ എടുക്ക്, കഴിക്കേ. പേരൊന്നും ചോദിക്കരുത്. ഒരു സാധനം എങ്ങനെ കഴിക്കണമെന്ന് എനിക്കറിയാം. നോക്കിയേ. ഓർമ്മിച്ചില്ല. ചിത്രം വരയ്ക്കാൻ പോവാ. ചിത്രം അത് നമുക്കിനി പെൻസിൽ കിട്ടിയിട്ടില്ല. പെൻസിൽ എടുത്തിട്ട് വരും. ഇത് ബാലൻസ് ഉണ്ട്. മൂന്ന് ഒരു പ്രായം. ഫൈൻഡിങ് നിമോ. ആർട്ടിസ്റ്റ് ടോണിഷ. നിനക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എത്ര ഷെഡ്യൂളായി നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പെയിന്റ് ഒക്കെ എടുത്തോണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. വീട് ഫുള്ള് ഞാൻ തേച്ചു വെക്കാം. നീ പറയണ്ടേ? അറിഞ്ഞില്ല. ഇത് നൂബിന് കാണിച്ചു കൊടുക്കണം. നൂബിന് ലോക്കൊന്നും പറഞ്ഞു കൊടുക്കല്ലേ, പിന്നെ ഫോൺ തരില്ല അവർക്ക്. എനിക്ക് ലോക്ക് മനസ്സിലായില്ല. അതിലൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ യൂട്യൂബിൽ ഞാൻ ഇടുമ്പോ ടോണീഷ
തൊനീഷയുടെ ഫേസ് ലോക്കിന്റെ ഇത് 89 ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ 2 80 89 ആ പിന്നെ ഒറ്റ മിനിറ്റ് ഞാൻ ബിസിയാണ്. പറഞ്ഞു കൊടുക്കണം. പറഞ്ഞാ ഇല്ല പറയില്ല. തെലുങ്കില് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് പറ. 1 2 3 ഗ്രൂപ്പിനോട് പറയണം കൊച്ചു ആർട്ടിസ്റ്റ് ആയിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. 2 3 4 കൊച്ചിന്റെ പല കഴിവുകളും 1 2 3 4 5 തെലുഗുലി പറ ധൈര്യമുള്ളൊരു കണ്ടുപിടിക്കട്ടെ. എന്തോന്ന് നമ്പർ ലോക്ക് നമ്പറാ? ആ പറ പറ. 8 9 7 8 9 7 8 4 1 ഇനി വേണ്ടല്ലോ. ഒന്നുകൂടി പറയും. 8 9 7 8 4 താമ്പി ഓക്കെ എനിക്ക് വേറെ നിൽക്കുന്നു. ഇനി പാല് വേണോ? പാല് മേടിപ്പിക്കണോ? പാച്ചു വേണ്ട മതിയാവും. കുറച്ചിട്ട് കുടിക്കൂ. അങ്ങനെ സ്വീറ്റോ പല്ല് തേച്ചോ എന്താ ഉണ്ടാക്കണേ? ഹോട്ട് ചോക്ലേറ്റ്. ഈ വൈകുന്നേരം കൊടുത്താലുണ്ടല്ലോ 2 ആള് കുടിക്കും, ബാക്കി 4 പേർക്ക് കുടിക്കും. എടാ പാല് മേടിക്കണോ? അത് ഇച്ചിരി കൊടുത്താൽ മതി, ചെറിയ അപ്പൊന്നില്ല. വെള്ളം നിറച്ച് കൊടുക്കാനേ. അതല്ല ഇത്തിരി ഇങ്ങനെ കൊടുത്താൽ മതി. ആൾക്ക് വെള്ളം കൊണ്ടാ പാച്ചുക്കും മമ്മിക്കും വെള്ളം നിറച്ച്. എനിക്ക് വേണ്ട. ആ ചോക്ലേറ്റ് അപ്പൊ 4 മതി. ആർക്ക് വേണം? വലിയ ശോ. ഇത് അതിനൊക്കെ വലിയ കപ്പ. ഇതിൽ വെള്ളം നിറച്ച് കൊടുക്കാം. ഹോട്ട് ചോക്ലേറ്റ് ഫോർ യു ഗൈസ്. ആരെത്ര ഫീ പറയണേ? എന്താ സംഭവം എന്ന് പറഞ്ഞത്? ഹോട്ട് ചോക്ലേറ്റ്. എന്നുവെച്ചാ Cheers guys. തമ്പുരാൻ എന്തൊക്കെ കാണണം. ചിയേഴ്സ് അടിച്ച് താഴെ വെച്ച ഗേൾഫ്രണ്ട് ആയിട്ട് ബ്രേക്കപ്പ് ആവും. പുതിയത് അത് അങ്ങനെയുണ്ട്. പെട്ടെന്ന് കുടിക്കേണ്ട നിനക്കാരാടാ ഉള്ളത് ഇതിന് ബ്രേക്കപ്പ് ആവാൻ? പഞ്ചാര ഇവിടെ നോക്കടാ. പഞ്ചാര ഇല്ലെന്നാവില്ല. ഗൈസ് മട്ടാണ് ഗൈസ്, 3 മട്ടാണ്. ഞാൻ എന്റെ കണ്ണത്ത് ഒരു പോയിസൺ മുളകവിടെ ഒരു ഫോട്ടോ എടുത്തോ തമ്മില്. ഇത് നീ ഇപ്പൊ കണ്ണടിക്കും അപ്പൊ നിങ്ങളെ സെലക്ട് ചെയ്യും. വിശ്വസിക്കാൻ പറ്റില്ല. നീ എണ്ണടാ. ഇല്ല ഇല്ല. ദിസ് ഈസ് അവർ പോയിസൺ. ഓക്കെ ഓക്കെ നമ്മൾ കണ്ടുകൊടുക്കാം. കണ്ടുപിടിച്ചാ? ഇല്ല. അല്ല, നിങ്ങൾ തീരുമാനിക്കേണ്ട പോയിസൺ. എവിടെയെങ്കിലും വെക്ക് എന്നിട്ടാ പറയണ്ടേ. ഓക്കെ, ഇപ്പൊ ഞങ്ങളാണ് ഫസ്റ്റ് പോയിസൺ ചൂസ് ചെയ്തത്. അപ്പൊ നീ ചൂസ് ചെയ്യും. ഒരെണ്ണം എടുത്ത് കഴിച്ചോ. യുവറല്ലേ ഇപ്പൊ നീ എടുത്ത് കഴിച്ചോ. ഇത് മിക്കവാറും അവനാന്റെ പോയിസൺ തന്നെ അവനാണ്. നിങ്ങൾ പോയിസൺ അവളെടുത്ത് കഴിച്ചോ? ഇല്ല. ഇല്ലേ? നീയല്ലേ ഇപ്പൊ നീ പച്ചു. ഇത് ഇത്ര ആലോചിക്കാനൊന്നുമില്ല, എന്തായാലും ചാവെടുത്ത് കഴിച്ചോ. ഇനി ടോണി. നമ്മുടെ പോയിസൺ കഴിക്കരുത്. ഒന്നങ്ങോട്ട് തിരിഞ്ഞേ. ഏതായിരുന്നു എന്നല്ലേ എനിക്കറിയാം. കഴിച്ചോ കഴിച്ചോ ഇല്ല, ഇപ്പൊ എല്ലാരും സേഫാ. ഞങ്ങള് വിചാരിച്ചത് ഏതായിരുന്നു? ഞങ്ങൾ തിരി. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ കഴിക്കണേ? ഞങ്ങള് അത് കോമഡി. എനിക്ക് വയ്യ. അല്ല, ജീവിച്ചിരിക്കുണ്ടോ? പാച്ച് കഴിച്ചില്ലല്ലോ. ഇപ്പൊ അറിയില്ല പറയൂ, കഴിച്ചാലേ പറയൂ.
ഞാൻ അത് ബോയ്സ് ആണ്. പറയണ്ട. പിന്നെ എനിക്ക് ഭ്രാന്തൊക്കെ. ഇതാരാ? രാജകുമാരിയോ? ഒരു ചീർപ്പെടുത്തോട്ട് വരുമോ? ഓട്ടോ ദേവാല അങ്ങനെയല്ല കെട്ടാ. ഫ്രീ ഹെയർ ആണ്. ഫ്രീ ഹെയർ, ലൂസ് ഹെയർ. ദേവബാല ടോണി എന്തോ അല്ലേ? ആ കോമ്പാക്ട് പൗഡർ കിട്ടിയില്ല അല്ലേ? ആ മതി മതി വേണ്ട. എനിക്ക് ഉമ്മ ഇങ്ങനെ ചെയ്തു. ഞാൻ ഉറങ്ങാം. നിങ്ങൾ എന്തും ചെയ്തു. ആ മുടി ഉണ്ട് പിടിക്ക്. ആ. ഞാൻ നമുക്ക് ഏത് തീരൂല, നമുക്ക് ഫൈനൽ റിസൾട്ട് കാണിക്കും. അതായിരിക്കും നല്ല. നീ ഇനി ഇതൊക്കെ തേച്ച് വരച്ച് കുളിച്ചിട്ട് വേണം കേട്ടോ പോകാൻ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഏതാ വെള്ളപ്പൊക്കത്തിൽ വിളിച്ചു വന്നത്. ഈ ട്രെയിനിൽ പോകുമ്പോ ഇനി ഇതാകുമോ? നോക്കട്ടെ. സൂപ്പറാ ഇരിക്കുന്നു. അടുത്തത് എടി ആ കണ്ണാടി അതും കുത്തും. വാവ് ടോണി, സൂപ്പർ ടോണി. എന്ത് ഭംഗിയാ നിന്നെ കാണാൻ അറിയോ? ഞാനല്ല മേക്കപ്പ്. വാവ്. പൂക്കി. അങ്ങനെ ടോണി പോവാണ് ഗൈസ്. വിത്ത് വെട്ടി ബാഗൊക്കെ ഉണ്ടായിരുന്നു വരുന്നപ്പോ. ഇനി ഒന്നുമല്ല. ഒക്കെ അങ്ങനെ ടോണിക്കുട്ടൻ പോവാണ്. വീണ്ടും ഞങ്ങൾ ഒറ്റയ്ക്ക്. ഫെന്ന അവിടെ എന്താ കസാര ഇട്ടിരിക്കണേ? നീ ഇങ്ങനെയാണോ പോണ ട്രിവാൻഡ്രം വരെ? ഇതെന്താ ഇത്? കൊടുക്ക് ക്യാബ് വന്നിട്ട്. വേറെ എന്തെങ്കിലും കേറ്റാനുണ്ടോ? ഇല്ലല്ലോ. മറ്റേ പ്രൈസിൽ കിട്ടാം. അതെ അവിടെ വരാൻ പോകാൻ തോന്നുന്നു. ഇല്ല ഇങ്ങോട്ട് വരും. അല്ല അവിടെ ബുക്ക് ചെയ്ത് അപ്പുറത്ത് പോയാൽ അപ്പുറത്തെ ലൈൻ അവിടാണോ കാണിക്കുന്നത്? ചേട്ടാ ഒന്ന് ഒരു ലെഫ്റ്റ് എടുത്തില്ലേ നിങ്ങള്? ചെറുത് ആ ഓക്കെ ഡൺ. പ്രോമിസ്. പ്രോമിസ്. ആ നമ്മളൊന്നും പോയാലും കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല. നീ കൂടി തരാനുണ്ടോ വാങ്ങുമ്പോ? അയ്യോ എറണാകുളം ടൗണ്. അപ്പൊ അത് നോർത്തായിട്ട്. ബൈ. നീ മരണ ആ കേറ്റു ഡിക്കിലെ കേറ്റു രണ്ടെണ്ണത്തിന്റെ ഇല്ല, ഇങ്ങോട്ട് പോയി വണ്ടി പോട്ടെ. പ്രതീക്ഷിച്ചിട്ടില്ല. ബാക്ക് എടുക്കും, വണ്ടി ബാക്ക് എടുക്കും. കാരണം മതിലല്ലേ. ഇന്ന് ഞങ്ങൾ സൈക്കിൾ ഓടിച്ച് പോയിരുന്നു. അപ്പൊ ഒരു ഓട്ടോ അങ്ങോട്ട് പയ്യെ പോയി. എന്നിട്ട് അവിടെ നിർത്തി. ഇവള് പോയി ഇങ്ങോട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തിരിച്ച് തട്ടിക്കൊണ്ട് പോയേനെ. അപ്പൊ നമ്മുടെ ടോണിക്കുട്ടൻ പോയി. നമ്മുടെ ഗസ്റ്റ് നമ്മുടെ ഗസ്റ്റ് അതാണോ നിന്റെ ഫ്രണ്ട്? ഉറങ്ങിയില്ലേ? അപ്പൊ നമ്മുടെ ഗസ്റ്റ് ടോണിക്കുട്ടൻ അവള് പോയി. അപ്പോൾ ഞങ്ങൾ ഇനി ഗായത്രി ദേവിയുടെ ലൊക്കേഷനാണ്. അവള് എറണാകുളത്ത് വരുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ ഒറ്റയ്ക്കായി. ബൈ ടാറ്റാ.